Very good morning, dear students. So in our first class we have completed the processing operations, editing, coding, and now we are going to complete classification and tabulation. So editing എന്താണെന്നുള്ളതും കോഡിംഗ് എന്താണെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. So after the process of coding we enter into classification. Okay, so ചെറുതായിട്ട് ഒന്ന് നോട്ട് ചെയ്തോളൂ, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ the process of organizing data. The process of organizing data by relevant categories. By relevant categories. So persons who are saying the same answer, who gives the same response are categorized എന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ റോ ഡാറ്റാസിനും ഒരു മീനിങ് നമുക്ക് കിട്ടും. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള റോ ഇൻഫർമേഷനാണ്, റോ ഡാറ്റാസാണ്. സോ ഇതിനൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഒന്ന് തരംതിരിച്ച് ആരൊക്കെയാണ്, എത്ര പേരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്, ഇതിനെ ബേസ് ചെയ്തൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ രീതിയിലുള്ള കുറച്ചും കൂടി ഒന്നും കൂടി മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ളത്, കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടാനായിട്ട് നല്ലതാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഇസ് എ പ്രോസസ്സിംഗ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് ഫാക്ട്സ് ഇൻ ടു ക്ലാസ്സസ് on the basis of certain common characteristics. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു കാര്യം നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണോ അതിനൊക്കെ നമ്മൾ ഏകദേശം ഒരു ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ്. ഡാറ്റ ഹാവിങ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആർ പ്ലേസ്ഡ് ഇൻ വൺ ക്ലാസ്. അപ്പം നമുക്ക് ഇതിലെ എന്താ പറയുക, ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഒന്ന് ക്രോണോളോജിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആൻഡ് ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം അറിയാം. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് റിലീജിയൻ, അതല്ലാന്നുണ്ടെങ്കിൽ സെക്സ് അല്ല എഡ്യൂക്കേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ UG കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, SSLC കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. ഒരു പേഴ്സൻ്റെ പേര്, ഏജ്, അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അയാളുടെ റിലീജിയൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഹൗ മെനി, ഇപ്പോൾ 50 നമ്പേഴ്സാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ 50-ൽ എത്ര പേര് SSLC മാത്രം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, എത്ര ഹിന്ദുസാണ്, എത്ര ക്രിസ്ത്യൻസാണ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ തരുന്ന ക്ലാസിഫിക്കേഷനാണ് നമുക്കതിൽ വരുന്നത്. സോ മെയിനായിട്ട് ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൽ വേണ്ട കുറച്ച് ക്വാളിറ്റീസുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അല്ലേ? ഒരു സെപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ആ സെപ്പറേഷൻ അത് എന്തിനുള്ളതാണെന്ന് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ, 3 ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു എവ്രി വൺ, whether you belong to male category, whether you belong to female category, whether you belong to transgender category. So whenever you're classifying it, it should be clarified. ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ പറയുന്നത് SSLC ആണ്. Are you educated? Are you an educated person? അപ്പോൾ മിനിമം നമുക്ക് എഴുതാനും വായിക്കാനും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ SSLC ആണ്. ദാറ്റ് വിൽ ബി റിമൂവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നൗ ദ കാറ്റഗറി വിൽ കം ടു നമ്മുടെ മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് +2ലേക്ക് തന്നെ നെക്സ്റ്റ് നമ്മൾ കടക്കും.
ഓക്കെ. സോ ഇപ്പോഴത്തെ നമുക്ക് മിനിമം ഒരാളിപ്പോൾ എന്താ പറയുക, ഫോറിൻ കൺട്രിയിലേക്ക് പോകണം, അയാൾ മിനിമം 10ാം ക്ലാസ്സെങ്കിലും പാസ്സായിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ലേ. കാരണം നമ്മൾ പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണ് എന്നുള്ളത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ദ ബേസിക് നോളജ്. ഓക്കെ. സോ അങ്ങനെ വരുന്നപ്പോൾ നമ്മളൊരു കാര്യം ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർലി സ്പെസിഫൈഡ്. അതാണ് ഫസ്റ്റ് തിങ്. ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. ആൻഡ് ദെൻ ഹോമോജീനിറ്റി, ഏകദേശം ഒരേ കാറ്റഗറിയിൽ ഒരേപോലത്തെ ഒരേ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഓക്കെ. ആൻഡ് ദെൻ ഇക്വാലിറ്റി ഓഫ് സ്കിൽസ്, നമുക്ക് അതിലേക്ക് എങ്ങനെ നമുക്ക് ഇത് ചെയ്താലും ആ ഒരു മെഷറിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈക്വലായിരിക്കും ഏത് തലത്തിൽ നമ്മൾ ചെയ്താലും. ആൻഡ് പർപ്പസ്ഫുൾനെസ് ആൻഡ് ആക്യുറസി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏതിലുണ്ടായിരിക്കണം? ക്ലാസിഫിക്കേഷൻ്റെ ക്വാളിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വ്യക്തത കിട്ടുന്നില്ല, നമുക്കൊരു ഉദ്ദേശമില്ല, വെറുതെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാണ്. നോ, you should have a particular purpose for what you are classifying എന്നുള്ളത്. Okay, and there should be accuracy also. Okay, so this is the ultimate purpose, or this is the ultimate qualities that should be maintained under classification. Now we'll see what are the objectives of classification. എന്തൊക്കെയാണ് classification objectives എന്നുള്ളത് നോക്കാം. To condense the mass of data in such a manner that similarities and dissimilarities can be readily apprehended. That is main ആയിട്ട് ഒരു റോ ഡാറ്റ ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇത് അങ്ങനെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ അവിയൽ പരുവത്തിലാണ് നമുക്കുള്ളത്. സോ ഇതിനെ തരം തിരിക്കുക എന്നുള്ളതാണ്. സോ ടു കണ്ടൻസ് ദ മാസ് ഡാറ്റ വിച്ച് യു ഹാവ്. ഓക്കെ, അതിനെ നമ്മൾ ഓരോ ഇതിലേക്ക് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് ടു ഓർഗനൈസ് കോംപ്ലെക്സ് സ്കാറ്റർഡ് ആൻഡ് ഹാപ്പസൈഡ് data into concise, logical and intelligible form. ദാറ്റ് ഈസ് നമ്മുടെ കയ്യിലുള്ള ഈ അവിയൽ പരുവത്തിലുള്ള കുറേ പേപ്പേഴ്സിൽ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിന് ഒരു സിംഗിൾ പീസ് ഓഫ് പേപ്പറിലേക്ക് നമുക്കത് ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. Okay, and then third thing is to facilitate comparison, so that when it is classified it is very easy to compare with the data also. What has happened in the next last year, the past years, അതിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഉള്ള ഡാറ്റാസിലും കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. ടു ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഡാറ്റ ഗ്ലാൻസ്, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ടു ഗിവ് പ്രോമിനൻസ് ടു ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ബൈ ഡ്രോപ്പിംഗ് ദ അൺനെസസറി എലമെൻറ്റ്സ് ഇൻ ദ ഡാറ്റ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിൽ നമുക്ക് ഇൻഫർമേഷൻസൊക്കെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കളയും. ഈ ചവറ് പോലെ എല്ലാം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോ വൺസ് ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ജനറൽ ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നൗ വിൽ മൂവ് ഓൺ വിത്ത് ദി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് 4 ടൈപ്സ് ആണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ്, ജസ്റ്റ് ലൈക്ക് പേഴ്സൺസ് സെക്സ്, പേഴ്സൺസ് റിലീജിയൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കോവിഡിൻ്റെ ഡാറ്റാസ് തന്നെ നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ എത്രയാണ്, കേരളത്തിൽ എത്രയാണ്, അതേപോലെ തന്നെ മധ്യപ്രദേശിൽ എത്രയാണ്, ആന്ധ്രയിൽ എത്രയാണ്, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് നമുക്ക് ജിയോഗ്രാഫിക്കലി സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഓരോ ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ എത്ര പേർക്കാണ് ഇന്നത്തെ ദിവസം കോവിഡ് വന്നിട്ടുള്ളത്, എത്ര പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്, എത്ര പേരാണ് സുഖം പ്രാപിച്ചിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ചെറിയ ഒരു കോളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. പുതിയ രോഗികൾ എത്രയാണ്, രോഗമുക്തി അടഞ്ഞവർ എത്ര പേരാണ്, അതേപോലെ തന്നെ എത്ര പേരാണ് മരണപ്പെട്ടത് എന്നുള്ളത്. സോ ഇത്രയും വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു സ്റ്റേറ്റ് വൈസ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായി.
സോ തമിഴ്നാട്ടിൽ ഇത്രയാണ്, കേരളത്തിൽ ഇത്രയാണ്, കർണാടകയിൽ ഇത്രയാണ്, ആന്ധ്രയിൽ ഇത്രയാണ്, മധ്യപ്രദേശിൽ ഇത്രയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അത് ജോഗ്രഫിക്കലാണ്. ആൻഡ് ദെൻ ക്രോണോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇയർ വൈസ് ആയിരിക്കാം, മന്ത് വൈസ് ആയിരിക്കാം, ഇൻ ഓർഡർ. 2019 കോവിഡ് വരുന്ന സമയത്ത് എത്ര പേർക്ക് കോവിഡ് ഉണ്ടായിരുന്നു? ഓക്കെ, 2019 നവംബർ, ഡിസംബർ, ജാനുവരി 2020, ഫെബ്രുവരി 2020, മാർച്ച് 2020. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓരോ ദിവസത്തെ കണക്ക് അതൊന്ന് 30 ഡേയ്സിലേക്ക് സമ്മപ്പ് ചെയ്യുമ്പോൾ അത് ഒരു മാസത്തെ കണക്കായി നമുക്ക്, അല്ലേ? സോ 1 ഇയറിൽ എത്ര വന്നിട്ടുണ്ട്? 2020 എത്ര പേർക്കാണ് കോവിഡ് വന്നിട്ടുള്ളത് എന്നുള്ള ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എത്രയും ഇതായി. പിന്നെ ടോട്ടൽ ഡെത്ത് റേറ്റുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോന്ന് ഏതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചാലും അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, സോ വിച്ച് ഈസ് സെറ്റ് ഇൻ ഓർഡർ ഇസ് നോൺ ആസ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ M.Com ക്ലാസ് വി ഹാവ് 17 സ്റ്റുഡൻസ്, അല്ലേ? 17 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 to 50 kg വരുന്ന ആൾക്കാർ, 40 മുതൽ 50 കിലോ വെയിറ്റ് വരുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? 50 മുതൽ 60 വരെ വെയിറ്റ് വരുന്ന കുട്ടി. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ് ഈസ് യു ക്യാൻ മെഷർ ഇറ്റ് എന്നുള്ളതാണ്. സോ ഏതൊരു കാര്യമാണോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇൻ ക്വാണ്ടിറ്റി ബേസിൽ, അങ്ങനെ വരുന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതർ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈക്കോട്ടോമസ് ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. അതിൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഡൈക്കോട്ടോമസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ കൂടി 2 ക്ലാസിഫിക്കേഷനേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് വി ആർ ഡിവൈഡിങ് ഇൻ ടു 2 ഈക്വൽ പാർട്സ് എന്നുള്ളതാണ് നമുക്കിവിടെ ഡൈക്കോട്ടോമസിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. ചില ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ഡാറ്റാനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവെൽ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസ് ഇൻ്റർവെലിനെ ബേസ് ചെയ്തിട്ട്, അല്ലേ? സോ യു ആർ വെരി ഫെമിലിയർ വിത്ത് ദി ക്ലാസ് ഇൻ്റർവെൽസ്. ഇത് രണ്ടും 2 ക്ലാസ് ഇൻ്റർവെലാണ്. ഓക്കെ, ഒരു ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 100 to 200 ആണ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 101 to 200 ആണ്. സോ ഇവിടെ സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും 100 സാമ്പിൾസ് ഉണ്ടായിരിക്കും, അല്ലേ? ഇൻ ബോത്ത് യു വിൽ ഗെറ്റ് 100 സാമ്പിൾസ്. ഓക്കെ, നമ്മൾ ഇതിൽ എത്ര പേരാണ് ഇതിൽ നമ്മൾ 100 to 200 എന്ന് നോക്കുമ്പോൾ ഇതിൽ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേരേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഫ്രം 101 to 199 അത്രേ വരുന്നുള്ളൂ. ഓക്കെ, സോറി 101 to 200, 101 to 200. അടുത്തതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 201 തൊട്ടാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ 100 തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 100 to 199 ആണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് നമുക്ക് 101 തൊട്ട് 200 വരെയും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇപ്പോൾ രണ്ടത്തിലും നമ്മൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് ആർ 100 നമ്പേഴ്സ് എന്നുള്ളതാണ്. രണ്ടത്തിലും നമുക്ക് 100 നമ്പേഴ്സേ ഉള്ളൂ, പക്ഷേ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ വരുന്ന വ്യത്യാസമാണ്. 100 to 200 എന്ന് പറയുമ്പോൾ 100 തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യുകയാണ്.
ടു 199 വരെയ്ക്ക് വരുന്നുള്ളൂ. 200 എന്ന് പറയുന്നത് 200 to 300 എന്ന് പറയുന്ന സീരീസിലാണ് അത് കൗണ്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, എഴുതുമ്പോൾ 100 to 200 എന്ന് എഴുതിയാലും 200 കൗണ്ട് ആവുന്നത് ഏത് സീരീസിലാണ്? 200 to 300 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലാണ് 200 to 299 നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 101 തൊട്ട് 200 ഇൻക്ലൂഡഡ് ആണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് വരുന്നത് 201 to 300 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 201 to 300 എന്നുള്ളതാണ് നമ്മൾ എഴുതുന്ന ഒരു സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ബോത്ത് തിങ്സ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ആൻഡ് ഇൻക്ലൂസീവ് ടൈപ്പ് എന്നാണ് നമുക്കിതിനെ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് എക്സ്ക്ലൂസീവാണ്, ഇതിൽ നമ്മൾ 200 എന്ന് പറയുന്നത് ഇൻക്ലൂസീവാണ്. ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇതിലത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡഡ് എന്നുള്ളതാണ്. സോ അതാണ് എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവും എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടെ 100 to 199 വരെയ്ക്കേ നമ്മൾ എടുക്കുള്ളൂ. 200 എന്ന് പറയുന്നത് 200 to 300 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ഇസ് എക്സ്ക്ലൂഡഡ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ this 200 is included in this, so it is known as inclusive. അപ്പോൾ അത് സിമ്പിളായിട്ട് മക്കൾക്ക് ഓർക്കാനായിട്ടുള്ളൊരു കാര്യമാണ് എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ്. എക്സ്ക്ലൂസീവിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് എക്സ്ക്ലൂഡഡ് ആൻഡ് ഇൻ ഇൻക്ലൂസീവ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് ഇൻക്ലൂഡഡ്. അത് മാത്രം ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവിടെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി several systems have been devised to determine the width of the class interval. ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് കുറേ ആൾക്കാർ കുറേ മെത്തേഡുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റേർജസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ആ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഡെപ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇറ്റ് ഈസ് ക്ലാസ് ഇൻ്റർവെൽ C is equal to highest value minus lowest value divided by 1 plus 3.322 log n. ഓക്കെ, സ്റ്റേർജസ് പറയുന്ന ഫോർമുലയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus 3.322 log n. ഓക്കെ, അപ്പോൾ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. വേർ n is equal to number of items grouped, നമ്മൾ ഏതൊക്കെ രീതിയിലാണോ അതിൻ്റെ ലോഗരിതം നോക്കുക എന്നുള്ളതാണ്. We may have classes with equal magnitudes or unequal. There is no specific answer with regard to the number of classes. It depends upon the skill and experience of the researcher. However, the objective should be to display data in such a way as to make a meaningful analysis. അപ്പോൾ റിസർച്ചർ എന്ന് പറയുന്ന വ്യക്തി ഈ അനാലിസിസ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെയായിരിക്കണം ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് നോക്കേണ്ട വ്യക്തിക്ക് ഇത് മനസ്സിലാകേണ്ടത് എന്നുള്ള കാര്യം നേരത്തെ കൂട്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഹൗ ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ്, എങ്ങനെയാണിത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ കണ്ട ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു, ഈ റോ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ ആൾക്കാർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ? നോ. ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരേണ്ടത്. ഓക്കെ, ഏകദേശം സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ വിത്ത് ദി ഫ്രീക്വൻസി ഡിറ്റർമിനേഷൻ. അപ്പോൾ ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. The number of observations corresponding to particular class is termed as its frequency. If the lowest limit 100 and the highest limit is 150, it means the frequency in between
these two is 50. അപ്പോൾ ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എത്രയാണ്, എങ്ങനെയാണ് ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ഫ്രീക്വൻസി എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ടാലി ഷീറ്റ്സ്. The class groups are written in a sheet of paper, and for each item a stroke is marked against the class group in which the item falls. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒരു ടാലി ഷീറ്റിൻ്റെ. അപ്പോൾ ടാലി മാർക്കുകൾ എങ്ങനെയാണ് ഇടേണ്ടത്, ടാലി ഷീറ്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ അതിലെ ഒരു ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. 20 to 25, 25 to 30, ഓക്കെ, 30 to 35. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നോക്കുന്ന ഐറ്റം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കിയിട്ട് നമ്മൾ ഫ്രീക്വൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാലി മാർക്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ടാലി മാർക്കാണെന്ന് വിചാരിക്കാം. ഇതിൽ നമുക്കൊരു 6 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ 3, 4, 5ാമത്തെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക ആൻഡ് ദെൻ ദ 6th വൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്കൊരു 8 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ എഴുതുമ്പോൾ ഇത് ക്ലിയർ ഫോർ യു. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ ഏത് കാറ്റഗറിയിലാണ് വരേണ്ടത്. അപ്പം നമുക്കറിയണം, നമ്മൾക്ക് ഇതിന് മുമ്പ് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ മാർക്ക് ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 20 to 25 മാർക്സിൽ വരുന്ന കുട്ടികൾ എത്ര പേരുണ്ട്, ജസ്റ്റ് ടാലി മാർക്ക് ഇടാം. അണ്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തെടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ തെറ്റ് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഓരോ കുട്ടികളുടെ പേപ്പർ എടുക്കുകയാണ്, അതിൽ മാർക്ക് റീഡ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി ആഫ്റ്റർ ഡൂയിങ് ഓൾ ദോസ് വർക്ക്സ് വി ആർ ടോട്ടലിങ് ദി ടാലി മാർക്സ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ടും അവിടെ വരുന്നില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ അങ്ങനെ ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരുന്ന വിരലിൽ എണ്ണം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എത്ര വിരൽ വേണം നമുക്ക്, ദൈവം തന്നിട്ടുള്ള ഈ വിരലുകളൊന്നും പോരാ. ഓക്കെ, സോ കൗണ്ടിങ് ഈസി ആക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടാലി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പിന്നെ നിങ്ങൾ PG സ്റ്റുഡൻസ് ആണ്, വളരെ ലോവർ ലെവലിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല, കാരണം ഇതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോക്കണ സമയത്ത് നമുക്ക് എത്ര കുട്ടികളുടെ ആണോ നമ്മൾ നോക്കിയിട്ടുള്ളത് അത് നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 സ്റ്റുഡൻസിനെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എണ്ണം ഇവിടെ എടുത്തിട്ടുള്ള എണ്ണം ഒക്കെ കറക്റ്റാണോ നോക്കുക. 1, 2 + 5 എന്ന് പറയുമ്പോൾ 7, 8, 8 + 8 16. ഓക്കെ, സോ ഇവിടെ 16 വന്നു, ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടി. സോ ദാറ്റ് ഫ്രീക്വൻസി നമ്മൾ കൗണ്ട് ചെയ്ത് 16 ആൾക്കാരുടെയാണ്, കണക്ക് കറക്റ്റാണ്. ഓക്കെ, ഇതൊക്കെ ചെറുതായിട്ട് നമുക്ക് എന്താ പറയാം, ചെറിയ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാലി മാർക്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു വലിയ ഒരു ഇതെല്ലാം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടാലി മാർക്കൊന്നും പോരാ എന്നുള്ളത് വരും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ലാർജ് സ്കെയിൽ സർവേസ് സോർട്ടിങ് ഇസ് ഡൺ ബൈ മെഷീൻസ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഇടുന്ന ഈ ടാലി മാർക്കൊന്നും പോരാ, അപ്പോൾ അത് ചെയ്യുന്നത് മെഷീൻസ് ആയിരിക്കും. കാരണം വലിയ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ മാൻ ടു ഡു ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ആരാണ്, മെഷീൻസാണ്. അപ്പം മെഷീൻസിനാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ വിൽ സീ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം. It is difficult to lay down hard and fast rules for classifying data. The following considerations may be kept in mind to classify data into a meaningful one. The number of classes should be preferably in between 5 and 15. Preferably, one should have classification either 5 or its multiples. The starting point may either be 0 or 5 or multiples of 5. അപ്പോൾ നമുക്ക്
ഏറ്റവും എളുപ്പം കുട്ടികളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ മാത്സിൻ്റെ ടേബിൾസ് പഠിക്കും അല്ലേ? കുട്ടികളോട് നമ്മൾ ചോദിക്കണം ഏറ്റവും എളുപ്പമുള്ള ടേബിൾ, നിങ്ങൾ തെറ്റാതെ പറയാവുന്ന ടേബിൾ ഏതൊക്കെയാണ്? ഒന്ന് 1 ടേബിൾസ് ഞങ്ങൾക്ക് അറിയാം തെറ്റാതെ, 5 ടേബിൾസ് അറിയാം തെറ്റാതെ, 10ൻ്റെ ടേബിൾ അറിയാം തെറ്റാതെ അല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് സോ ഈസി ടു കീപ്പ് ഇൻ മൈൻഡ്. 1 ടേബിൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഏത് നമ്പറാണോ ആ നമ്പർ തന്നെയാണ് വരിക. 5 മൾട്ടിപ്പിൾസ് ഒന്നും ആർക്കും മറക്കില്ല. പിന്നെ ഈ ചെറിയ കുട്ടികൾ തമ്മിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കൂടുതൽ ഓർത്തിരിക്കാനായിട്ട് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു കളിയുണ്ട്. ഓക്കെ, സോ വെൻ 3 or 4 persons ആർ ദേ, ചെറിയ കുട്ടികളാണ്, ഒരു 3-4 കുട്ടികൾ, ഒരു എന്താ പറയുക, ഒരു 2nd സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡ്, 1st സ്റ്റാൻഡേർഡ് ഇവരൊക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന കളിക്കുന്ന ചില കളികളുണ്ട്, മാത്സിൻ്റെ കളികൾ തന്നെയാണ് ഇതൊക്കെ. ഓക്കെ, ആ കുട്ടികളൊന്ന് ഒന്നിച്ച് ഇരിക്കുന്ന സമയത്ത് അവരോട് പറയും നിങ്ങൾ ബസ് കളിക്കുമെന്ന് പറയും ഇരുന്നിട്ട്. സോ 1, 2, 3, 4 ആൻഡ് പേഴ്സൺ ഹൂ കംസ് വിത്ത് ദി മൾട്ടിപ്പിൾസ് ഓഫ് 5. ഓക്കെ, അപ്പോൾ 5 മൾട്ടിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ 5 വരുന്ന സമയത്ത് ബസ് എന്ന് പറയണം. ഇനി തെറ്റി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഇസ് ഔട്ട് ഓഫ് ദി ഗെയിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാരൻസ് ആയാലും കുട്ടികളിന് ഈ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാനായിട്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈസിലി പഠിപ്പിക്കാനായിട്ട് ഈ ഒരു കളി കളിക്കാറുണ്ട്. അപ്പോൾ അമ്മമാരവിടെ നിന്ന് പറയും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 7 എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ 7 മൾട്ടിപ്പിൾസിൻ്റെ വരുന്ന സമയത്താണ് ബസ് എന്ന് പറയേണ്ടത്. അതിൽ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അപ്പോൾ ഈ ടേബിൾസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താവും, കളിയിലൂടെ കാര്യം എന്ന് പറയുന്ന പോലെ കളിയിലൂടെ നമ്മൾ അറിയാതെ അത് പഠിച്ചു പോകും എന്നുള്ളതാണ്. ഓക്കെ, സോ എപ്പോഴും മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. എന്നാലാണ് അത് ആൾക്കാർക്ക് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ അത് ഓർത്ത് വയ്ക്കാനോ ടാബുലേറ്റ് ചെയ്യാനോ ഒക്കെ എളുപ്പമുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു അഡോപ്റ്റ് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ. നമ്മൾ ഇൻക്ലൂസീവ് മെത്തേഡിനേക്കാളും പറയുന്നതിനേക്കാളും എളുപ്പം എക്സ്ക്ലൂസീവ് മെത്തേഡാണ്. ദ ഇൻ്റർവെൽ ഷുഡ് ബി ഈക്വൽ ഫോർ ഓൾ ക്ലാസ്സസ്. ഇറ്റ് ഇഫ് പോസിബിൾ ഓപ്പൺ എൻഡ് ആൻഡ് ക്ലാസ്. Open end class such as below 100, 100 to 200, 200 to 500, above 500 should be avoided. കാരണം ഓരോന്നും വേറെ വേറെ രീതിയിലാണ് വരുന്നത്. ഒന്ന് 100, പിന്നെ 100 to 200, പിന്നെ 100 to 500 ആ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കറക്റ്റായിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ് ഇൻ്റർവെൽസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുകൂടാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ വിത്ത് ദി ടാബുലേഷൻ. എന്താണ് ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ടാബുലേഷൻ ഇസ് എ പ്രോസസ് ഓഫ് സമ്മറൈസിങ് റോ ഡാറ്റ ആൻഡ് ഡിസ്പ്ലേയിങ് ഇറ്റ് ഇൻ എ കോമ്പാക്റ്റ് ഫോം ഫോർ ഫർദർ അനാലിസിസ്. അപ്പം നമ്മളിത് എന്ത് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടിയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. സോ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടാബുലർ കോളത്തിൽ നമുക്കിത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ ദ കോംപ്ലെക്സ് ഡാറ്റ. നമ്മൾ ചോദിച്ചറിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരു 10 or 20 ചോദ്യങ്ങളുണ്ടായിരിക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ നമ്മൾ ഓരോന്നും ഓരോ ടാബുലർ ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതോടുകൂടിയിട്ട് ഓരോ ചോദ്യങ്ങൾക്കും എന്തൊക്കെ ഉത്തരങ്ങളാണ്, എത്ര പേരാണ് അതിന് ഓരോ ഓപ്ഷനിലും ഉത്തരങ്ങൾ തന്നിട്ടുള്ളത് എന്നുള്ളത് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് പ്രിസർവ്സ് സ്പേസ് ആൻഡ് റെഡ്യൂസസ് എക്സ്പ്ലനേറ്ററി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിതിൽ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര പേര്, ജസ്റ്റ് ദ നമ്പേഴ്സ് വി ആർ ഗിവിങ് സോ ദാറ്റ് അറ്റ് എ ഗ്ലാൻസ് വി ക്യാൻ കൗണ്ട് ദി നമ്പേഴ്സ് ഹൗ മെനി ഓഫ് ദം ഹാവ് റെസ്പോണ്ടഡ് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പോലും നമ്മൾ പറയാറുണ്ട്, ഇഫ് യു ആഫ്റ്റർ വാച്ചിങ് ദി ക്ലാസ്സസ് ഇൻ ദി യൂട്യൂബ് ജസ്റ്റ് ഗിവ് എ കമൻറ്റ്, ജസ്റ്റ് ലീവ് എ കമൻറ്റ്, വെദർ യു ഗിവ് താങ്ക്സ് ഓർ വെദർ യു പുട്ട് യുവർ തംബ്, whatever it may be, so that we can know that you have watched the class also. അപ്പോൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാനും പറ്റും. നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുമ്പോൾ നമുക്കൊരു ഗുഡ് പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ ഇംപ്രൂവ്. ഓർ ചിലത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ഇറ്റ് ഓൾസോ. സോ യുവർ കമൻറ്റ്സ് ഓൾവേസ് ഹെൽപ്പ് us ടു ഗ്രോ എന്നുള്ളത് മനസ്സിൽ വയ്ക്കാം. ആൻഡ് ഡോണ്ട് ഹേർട്ട് എനി വൺ വെൻ യു ആർ ഓൺലൈൻ എന്നുള്ളതാണ്.
Okay, it gives an identity to data. When data is arranged and giving a title to it, it can be identified distinctively. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ ഇത് എന്തിൻ്റെ ടേബിളാണ്, എത്ര പേരാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരൊറ്റ ടേബിളിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കറക്റ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് ടാബുലേഷൻസ് ആണ്. അതിൽ ഒന്ന് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടാബുലേഷൻ, രണ്ട് തരത്തിലേ ഉള്ളൂ. ഒന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടാബുലേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതും ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാബുലേഷൻ. സിമ്പിൾ ടാബുലേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 characteristic is shown. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏജ് ഇൻ ഇയേഴ്സ് തന്നിട്ടുണ്ട്. ബിലോ 25 ഒരു കാറ്റഗറി, 25 to 35, 35 to 45, 45 to 55, 55 to 65 ആൻഡ് എബവ് 65. അപ്പോൾ ഇതാണ് ഏജ് കാറ്റഗറി. ഇതിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് ഇതാണ് അവർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഒരു ടാബുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാബുലേഷൻ, ഒരു ടേബിളൊക്കെ ഉണ്ടാവുള്ളൂ. വെൻ 2 or more characteristics are shown, it is called two-way table. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളൊരു ഒറ്റ ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് two-way table എന്നാണ്. വെൻ 3 characteristics is shown in a table, it is known as triple tabulation. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സും നമ്മളൊരൊറ്റ ടേബിളിൽ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ട്രിപ്പിൾ ടാബുലേഷൻ എന്നാണ്. ദ ഫോളോയിങ് എക്സാമ്പിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഈ ഒരു സെയിം ക്ലാസിഫിക്കേഷനാണ്, ഫ്രീക്വൻസിയാണ്. ബിലോ 25, 25 to 35, 35 to 45, 45 to 55, 55 to 65 ആൻഡ് എബവ് 65 എന്നുള്ളതാണ് കാറ്റഗറി അവിടെ വരുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നോക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു എബവ് 25 ഇയേഴ്സിൽ, ദറ്റ് ഇസ് ബിലോ 25 എത്ര പേര് സ്റ്റുഡൻസ് ആണ്, എബവ് 25 to 65 എത്ര പേര് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് എന്നുള്ളത്, അതിലെത്ര മെയിൽ എത്ര ഫീമെയിൽ, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, മെയിൽ ഫീമെയിൽ ആൻഡ് ടോട്ടൽ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാണ്. 25 വയസ്സിന് താഴെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 25നും 65നും പ്രായത്തിലുള്ള ആൾക്കാരിൽ എത്ര പേരാണ് സ്റ്റുഡൻസ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഈസിലി കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇനി ഈ ടാബുലേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദ ടേബിൾ ഷുഡ് സൂട്ട് ദ സൈസ് ഓഫ് ദി പേപ്പർ, യൂഷ്വലി വിത്ത് മോർ റോസ് ആൻഡ് കോളംസ്. അല്ലേ, എക്സൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല. എക്സലിലാണെന്നുണ്ടെങ്കിലോ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് നമുക്ക് കൗണ്ട്ലെസ് ആണ്. ഓക്കെ, ബട്ട് വെൻ യു ആർ പുട്ടിങ് ഇൻ ടു എ പീസ് ഓഫ് പേപ്പർ യു ഹാവ് ലിമിറ്റഡ് നമ്പർ ഫോർ ദാറ്റ്. ദ ടേബിൾ ഷുഡ് ഹാവ് എ ക്ലിയർ, കൺസൈസ് ആൻഡ് അഡിക്വേറ്റ് ടൈറ്റിൽ. ഓരോ കോളത്തിനും എന്തിനുള്ള കോളംസാണ്, എന്തിനുള്ള റോസ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. എവറി ടേബിൾ ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഫോർ ഈസി റെഫറൻസ്. The captions and stubs should be arranged in systematic manner. The unit of measurement should be clearly defined. Figures should be rounded off to avoid unnecessary calculations. Explanatory footnotes should be provided. Sources from which data in the table is obtained are to be indicated. The columns are to be drawn to be separated by lines which make the table more attractive and legible. The data under one class is separated from the data under another class by drawing thick lines. അപ്പോൾ ചെറിയ ക്ലാസിഫിക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡാറ്റ നമുക്കിപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താണെന്നുണ്ടെങ്കിൽ this is enough. Okay, but when you want to specify it more clearly നമ്മളൊരു ഡബിൾ ബോർഡർ കൊടുക്കുക. അപ്പോൾ അതിന് കുറച്ചും കൂടിയും ഒരു തിക്നെസ് വരും. അതേപോലെ ടോട്ടൽ വരുമ്പോൾ നമ്മളൊരു ഡബിൾ ബോർഡറും കൂടിയും കൊടുക്കുക. അപ്പോൾ അതോട് കൂടിയിട്ട് ഇവിടെയാണ് ടോട്ടൽ, ബാക്കിയുള്ളതെല്ലാം നോർമലാണ് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതും ഓരോ കാര്യങ്ങളും ഓരോ കോളംസും ഡിഫറെൻ്റ് ആയിരിക്കണം,
ഓരോ കോളംസും മറ്റു കോളംസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദ ഡാറ്റ വിച്ച് ആർ ടു ബി കമ്പയർഡ് ടു ബി കെപ്റ്റ് സൈഡ് ബൈ സൈഡ് ഇൻ കോളംസ്. അപ്പോൾ ഏതൊക്കെ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക നോട്ടിഫൈ ചെയ്ത് പോകേണ്ടതാണ്. അതേപോലെ തന്നെ ഐറ്റംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ ഷുഡ് ബി പ്ലേസ്ഡ് നിയർ അബൌട്ട് ടു ഗിവ് എംഫസൈസസ് ഓഫ് സർട്ടൻ ഡാറ്റ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൈപ്പ്, സ്പേസിംഗ് ആൻഡ് ഇൻഡൻറ്റേഷൻസ് ആർ ടു ബി യൂസ്ഡ് എന്നുള്ളതാണ്. Okay, and then all items in the table should be logically arranged, properly aligned. Abbreviation should be avoided. കാരണം അബ്രിവേഷൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ എഴുതുന്ന ആൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ അബ്രിവേഷൻസ് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഫുട് നോട്ട്സ് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ എന്ത് ഒഴിവാക്കുക, അബ്രിവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. എ കോളം നെയിംഡ് മിസലേനിയസ് ഷുഡ് ബി ആഡഡ് ഫോർ ഡാറ്റ വിച്ച് ഡു നോട്ട് ഫിറ്റ് ഇൻ ടു ദി ക്ലാസിഫിക്കേഷൻ മോഡൽ. നമ്മൾ എല്ലാത്തിനും പുറകെ ഒരു മിസലേനിയസ് ഇടാറുണ്ട്. എന്തിനാണ് മിസലേനിയസ്? ചിലപ്പോൾ ചില ഡാറ്റാസ് കിട്ടും, പക്ഷെ അതൊന്നും ഇതിൽ ഫിറ്റ് ആവില്ല. ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഒന്നും തന്നെ ഇത് വരുന്നതാവില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ചിടാനുള്ളതാണ് ഏത് മിസലേനിയസ് എന്ന് പറയുന്ന കോളം. ടേബിൾ ഷുഡ് ബി ക്ലിയർ, accurate and simple. Total of the rows should be placed in extreme right column. അതേപോലെ തന്നെ ഡിറ്റോ മാർക്സ് ഒഴിവാക്കുക. എത്ര റിപ്പീറ്റേഷൻ ഉണ്ടായാലും അത് അങ്ങനെ തന്നെ എഴുതുക. ഡിറ്റോ ഇട്ട് പോകേണ്ട, അത് ചിലപ്പോൾ 11 ആയിട്ടായിരിക്കും വായിക്കുക. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ദ ഡാറ്റ ഇൻ എ ടേബിൾ മേ ബി അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ, ജിയോഗ്രാഫിക്കൽ, ആൽഫബറ്റിക്കൽ ഓർ അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അപ്പോൾ നമുക്ക് കമ്പാരിസണിന് ഏറ്റവും എളുപ്പമാവുന്നത് ചിലപ്പോൾ നമ്മൾ ജിയോഗ്രഫിക്കൽ ഡാറ്റാസ് ആയിരിക്കും നമുക്ക് ആവശ്യം വരാം, ഓരോ സ്റ്റേറ്റ് വൈസുള്ള കണക്കുകൾ അറിയാനായിട്ട്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏത് രീതിയിലേക്കാണോ നമുക്ക് ഡാറ്റയുടെ റിസൾട്ട് വരേണ്ടത് ആ രീതിയിലേക്കാണ് നമ്മൾ, ആ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മളിത് ടാബുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക വെയ്റ്റ്സ് ഓഫ് ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. Weights of 30 students of a class is given below. Classify the following data in a discrete frequency series. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെയ്റ്റുകൾ തന്നിട്ടുണ്ട്. വെയ്റ്റ് 27, 32, 18, 52, 46, 54, 60, 62, 27, 20 എന്ന് പറഞ്ഞിട്ട് ഒരു 30 കുട്ടികളുടെ വെയ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 18 എന്ന് പറയുന്ന വെയ്റ്റുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 18 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടാലി ബാറിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നിട്ടുള്ള വെയ്റ്റുകൾ അനുസരിച്ചിട്ട് 18, 20, 25, 27. അപ്പോൾ ഇതിൽ 3 കുട്ടികളുണ്ട്, ഇതിൽ 2 കുട്ടികളുണ്ട്, ഇതിൽ 1 കുട്ടിയുണ്ട്, ഇതിൽ 5 കുട്ടികളുണ്ട്. ഇങ്ങനെ നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെന്താണ്, വെയ്റ്റാണ്, ഇത് ടാലി മാർക്സ് ആണ്, ഇത് അവരുടെ ഫ്രീക്വൻസീസാണ്. അപ്പോൾ 3, 2, 1, 5 അല്ലേ, 6, 8, 8 + 3, 11. സോ നമ്മളിവിടെ കൗണ്ട് ചെയ്താലും ഇത് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. 3, 4, 5, 6, 7, 8, 9, 10 and 11. സോ ആ പ്രോബ്ലം ഇസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാലി ബാറും നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസീസും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ചെറിയ ടേബിളാണ്. സോ ഈസിലി വി ക്യാൻ ഡു ഇറ്റ്. ബട്ട് കോംപ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു discrete സീരീസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇൻ നെക്സ്റ്റ് ക്ലാസ് വിൽ സീ അബൌട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. പലതരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഗ്രാഫിനെ കുറിച്ച് നമുക്കിതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഏതിൽ പഠിച്ചിട്ടുള്ളതാണ്, S5 UGയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. BRM എന്ന് പറയുന്ന പേപ്പറിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് വീണ്ടും നമുക്കൊരു ചെറിയ രീതിയിൽ ഒന്നും കൂടി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞു പോകണമെന്ന് മാത്രം. Okay, so the next class we will see the graphical representation. With that we will wind up this chapter also. Okay, is that clear for you? Thank you dear children.